എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് തകർന്ന് തരിപ്പണമായി സമനില തെറ്റിയ പോലെ അനാമിക വീട്ടിലേക്ക് ചെല്ലുവാണ്. അനാമിക ചെന്ന് ഇറങ്ങി കടന്നൽ കുത്തിയ പോലെ ഉണ്ട് അനാമികയുടെ മുഖം. അത് കണ്ടുകൊണ്ട് രേവതി അങ്ങോട്ട് വരുവാണ്. എന്ത് പറ്റി മോളെ, ഹോസ്പിറ്റലിൽ പോയിട്ട് നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. ഇനിയിപ്പൊ എന്ത് പറ്റാനാന്ന് ചോദിക്കും. ഞാൻ അനന്തപുരിയിലും കൂടെ പോയിട്ടാ വരണേന്ന് പറയും. അനന്തപുരി പോയോ? മോളെന്തിനാ അങ്ങോട്ട് പോയതാ? അല്ല, ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല, പിന്നെ എന്തിനാ മോളും കൂടെ തിരികെ പോകുന്നതെന്ന് ചോദിക്കുക. അവിടെ അനിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ അമ്മ, ആദ്യം തോക്കിക്കേട് വെടിവെക്കാതെ കാര്യം എന്താന്ന് ഞാൻ പറയട്ടെ എന്ന് പറയാം. എന്താ കാര്യം? ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. എന്താണെങ്കിലും കൃത്യ സമയത്ത് തന്നെ ചെന്നെ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയാവോ? ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്റെ ശത്രു ആ നന്ദു അവിടെ ഉണ്ടായിരുന്നു പറയണേ. എന്നിട്ട് എന്താ അവളും അനിയും കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞ് ഭയങ്കര സംസാരം. എന്നെ കണ്ടത് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല മോളെ, അപ്പൊ അവിടെ ആദർശം നയനൊന്നും ഇല്ലായിരുന്നോ? അനിയത്തിക്ക് വഴി ഒരുക്കി കൊടുത്തിട്ട് ചേർത്ത് വീട്ടിലേക്ക് പോയിരിക്കുന്നു. കൃത്യസമയത്ത് അവളോട് അങ്ങോട്ട് വരാനും പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലെന്നാ അവൾമാരുടെയൊക്കെ ഭാവം എന്ന് പറയാം. ഇത് കേട്ടോണ്ട് വേണു അങ്ങോട്ട് വരുവാണ്. വേണു പറഞ്ഞു, ആഹാ അത് കൊള്ളാലോന്ന് പറയണം. എന്റെ അച്ഛൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, അനി പാവാന്ന് തോന്നേ. പക്ഷെ അനിയെ മയക്കെടുത്തിരിക്കുക നന്ദു. നന്ദു മാത്രമല്ല, അവളുമാരുടെ ചേച്ചി ഉണ്ടല്ലോ, ആ നവ്യയും നയനെ എല്ലാരും കൂടി ചേർന്നിട്ടാ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെ ആ നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് എന്നെ പുകച്ച് പുറത്തി അടിക്കാൻ വേണ്ടിട്ട് അവൾമാര് മൂന്നുപേരും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാ നന്ദു അങ്ങോട്ടേക്ക് വന്നേക്കെന്ന് പറയണം. മോളെ, ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത്. നിന്റെ കഴുത്തിൽ അനിയ താലി ആർത്തിരിക്കുന്നത്. നിനക്കാണ് അവിടെ അവകാശം. പിന്നെ അറിയാലോ, നമുക്ക് കിട്ടേണ്ട സ്വത്തുക്കളും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഒരു പിടിച്ചെടുപ്പ് വേണമെങ്കിൽ നീ അനന്തപുരി കടന്നു കൂടണം എന്ന് പറയാം. അതൊക്കെ എനിക്ക് അറിയാമേന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ദേവനേച്ച് വന്നു കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ എല്ലാവരുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കണം. നീ പറയുന്ന പോലെ ആയിരിക്കണം പിന്നീട് അവിടെയുള്ള നിന്റെ അമ്മായിമ്മയും വല്യമ്മയും ഒക്കെ പെരുമാറണ്ടേ. കാരണം നീ പറയുന്നതെല്ലാം അവര് അനുസരിക്കണം. എങ്ങനെയുണ്ട്? അത് മാത്രം നോക്കിയിട്ടൊരു പോംവഴി കാണുന്നുള്ളൂ. അവരുടെ മുന്നിൽ നീ തകർത്തങ്ങോട്ട് അഭിനയിക്കണം. എല്ലാവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചു വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. മരുമക്കളൊക്കെ എന്താണെങ്കിലും വെറുത്തോളൂ. നീ മാത്രം മതി അവിടെ മരുമോളായിട്ട്. ബാക്കി രണ്ടെണ്ണങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോണം. അവളമാരെ പടിയടിച്ച് പിണ്ടം വെക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു, അമ്മേ അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നില്ല. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ കോന്തം പോലും എന്നോടൊപ്പം നിൽക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, മോളെ നീ ആദ്യം അനിയെ സ്നേഹിക്കാണ്ട് പഠിക്കണം. അനിയെ വസ്തെടുത്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അവൻ നിന്റെ വരുതി വരണമെന്ന് പറയാം. എങ്ങനെ വരുതി വരാനായിട്ടാ? ഈ കണക്കിന് പോയാൽ വരുമെന്ന് എനിക്ക് തോന്നില്ല. എല്ലാത്തിനും കാരണം ആ നന്ദുവാന്ന് പറയണം. മോളെ, അതൊക്കെ നീ വേണം നോക്കാനായിട്ട്. നീ വിചാരിച്ചാൽ എന്താ അനിയൻ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മേ, പെണ്ണ് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണം. അവിടെയാണ് നിന്റെ കഴിവ്. അല്ല നീ പോയി കിടന്ന് ചുമ്മാ കിടന്ന് ചാടി തുള്ളിയിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല. അതിന്റെ മയക്കുമരുന്നൊക്കെ അമ്മ നിനക്ക് പറഞ്ഞുതരാം. എങ്ങനെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അല്ലാതെ വേറെ ഇനിയിപ്പം നീ വെറുതെ അവിടെ പോയി കിടന്ന് അവരോട് വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. ശരി, അവനെയല്ല പിന്നെ വേണമെങ്കിൽ അവന്റെ അച്ഛൻ അജയനെ വരെ കയ്യിലെടുക്കാനുള്ള വിദ്യയൊക്കെ നമ്മളേലുണ്ട്. പിന്നെയാണ് അവൻ കിടന്ന് കളിക്കുന്നത് എന്നൊക്കെ രേവതി പറയാണ്. ഇത് കേട്ടോ അനാമ പറഞ്ഞു, അമ്മയ്ക്ക് പറയാൻ എളുപ്പാ. പക്ഷേങ്കില് അമ്മേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈസി ആയിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞു. വേണു പറഞ്ഞ്, നടക്കണം മോളെ, നടന്നാൽ മാത്രം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അറിയാലോ, ആ ഉപേന്ദ്രനോട് 3-4 മാസം അവധി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ നമുക്ക് പണം കൊടുക്കണമെന്ന് പറയാണ്. ഈ സമയത്ത് നയനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം താൻ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും അമ്മ തന്നെ ഇതിലായിട്ട് അംഗീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അമ്മയോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ, താനാണ് സഹായിച്ചെന്നുള്ള കാര്യം. അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മിക്കവാറും നിയന്ത്രണം തെറ്റുപോകും. അതുകൊണ്ട് പിന്നെ കൂടുതൽ സംസാരിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഭേദം. പിന്നീട് ജയൻ ദേവേനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഐശ്വര്യ ചെന്ന് ഇപ്പൊ ദേവന് കണ്ണൊക്കെ തുറന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ദേവനോട് ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമില്ല ജയേട്ടാ, എന്നാലും നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാം. സാരമില്ല, 1-2 ആഴ്ച കൂടെ കിടന്നു കഴിയുമ്പത്തേനും സുഖമായിക്കോളൂ എന്ന് പറയാണ്. അല്ല, എന്റെ ആദർശനെ കണ്ടില്ലോന്ന് ചോദിക്കാം. അവൻ പുറത്തുണ്ട്, 2 പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. അതെ, എനിക്ക് എങ്ങനെയില്ലെന്ന് വീട്ടിൽ പോയാൽ മതിയെന്നുള്ളൂ. അത് പോകാം, 2 ആഴ്ചത്തെ സമയമുണ്ടല്ലോ എന്ന് പറയാം. അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആ നയന ഞാൻ വീട്ടിലേക്ക് വരട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനി ഇങ്ങനെയൊക്കെ പറയണേ? അവൾ എന്ത് തെറ്റ് ചെയ്യുന്ന? അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ അതൊക്കെ ജയേട്ടന് പറയാം.
പക്ഷെ എനിക്കല്ലേ അറിയത്തുള്ളൂ എന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. അവള് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്താ ജയേട്ടാന്ന് പറയണം. ദേവേനി, ഇനി നീ ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നെങ്കിൽ മുന്നോട്ടുള്ള നിന്റെ ജീവിതം ദുസ്സഹമായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നിനക്ക് ഈ മനസ്സ് മാറ്റാൻ ഇനിയും സമയമുണ്ട്. നീ അവളെ കുറ്റക്കാരിയായിട്ട് കണ്ടാൽ മുന്നോട്ട് പോകുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാവുന്ന ഇനി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കേട്ട് ദേവേനും ഓഹോ, അപ്പൊ ജയേട്ടനും ഇപ്പൊ അവളുടെ പക്ഷത്തല്ലെന്ന് ചോദിക്കാം. ഞാൻ പക്ഷത്തായതിന്റെ അല്ല, അവൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നിനക്കും അത് അറിയാൻ ദേവേനി. പക്ഷെ നിന്റെ മനസ്സതും കൂടെ അനുവദിക്കുന്നില്ല എന്ന് പറയാണ്. ദേവേനോട് ഇല്ല, എനിക്കറിയാം. പക്ഷെ അവള് ചെയ്തെന്ന് നിനക്ക് എന്താ തെളിവ്? നവ്യയ്ക്ക് വേണ്ടി കാച്ചു വെച്ച പാല് നീ പോയി എടുത്ത് കുടിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ അത് നവ്യയ്ക്ക് കിട്ടണ്ടല്ലേ? അപ്പൊ നീ ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് കാച്ചിക്കൊണ്ട് നയനമോള് തന്നല്ലോ. പിന്നെ നീ എന്തിനാ അവളുടെ മേലെ കുറ്റം വെക്കണമെന്ന് ചോദിക്കും. നീ അതെടുത്ത് കുടിക്കുമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ ജയേട്ടനോട് പറയുന്ന കേട്ട അവള് എനിക്ക് പാല് വേണമെന്ന്. അതുകൊണ്ട് അവള് മനഃപൂർവ്വം ചെയ്താന്ന് പറയാം. ഇനി എനിക്ക് നിന്നോട് തർക്കിക്കാൻ പറ്റില്ല. നിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ നീ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നു, ഒരിക്കലും നീ അവളെ കുറ്റപ്പെടുത്തല്ല. പിന്നീട് എനിക്ക് പശ്ചാത്താപിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം. ഇല്ല ചേട്ടാ, അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ജയന് മനസ്സിലായി. ഇനി അവിടെ അവളോട് ഒന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. ജയൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഡോക്ടർ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പൊ? കണ്ടിട്ട് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്ക്? ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ തളർച്ച ക്ഷീണമൊക്കെ തോന്നുന്നു ഡോക്ടർ എന്ന് പറയണം. അത് മാറിക്കോളും, 1-2 ആഴ്ച പിടിക്കുമെന്ന് പറയാണ്. പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരത്തില്ലോ. കാരണം ശരീരം മാസകലം വിഷമൊക്കെ വ്യാപിച്ചിരിക്കുന്നതല്ലേന്ന് ചോദിക്കും. അത് ശരിയാ ഡോക്ടറെ. പക്ഷെ ദേവേനയുടെ മനസ്സാണ് ഇപ്പോഴും ഇതുവരെ ആയിട്ടും നയനമോളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇത് കേട്ടും ഡോക്ടർ പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷെ ഈ പറയുന്ന മരുമോള് പാവല്ലേന്ന് ചോദിക്കാം. അത് ഡോക്ടറെ എന്ത് ചെയ്യാനാന്ന് പറ. ഇതിന്റെ പേരിൽ ഇപ്പോഴും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അവളാം ബ്ലഡ് കൊടുത്തെന്നുള്ള കാര്യം പോലും പറഞ്ഞിട്ടില്ല എതിരായിട്ട്. കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനെ അടുത്ത പ്രശ്നം അതായിരിക്കും. അവളുടെ ബ്ലഡ് ഒരിക്കലും താൻ സ്വീകരിക്കില്ലെന്നൊരു നിലപാടിലായിരിക്കും. അതുകൊണ്ട് അത് പറയാതെ വരെ ബ്ലഡ് വരെ ഡൊണേറ്റ് ചെയ്തെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ശരിയാ. പക്ഷെ ചിലരുടെ സ്വഭാവം ഇങ്ങനെ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കൂടെ കാണിക്കാം. അങ്ങനെ കാണിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അവരും കൂടെ നോക്കട്ടെ. ഒരു പക്ഷെ മെഡിസിൻ കൊണ്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റുമെങ്കിൽ ചിലപ്പം അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല ഡോക്ടറെ. ചിലപ്പം ഒറ്റപ്പെട്ടു പോവാം, അല്ലെങ്കിൽ തന്റെ മകൻ കൈവിട്ടു പോകുന്ന ഒരു ചിന്തയായിരിക്കും ദേവേന്റെ മനസ്സിൽ. അത്രമാത്രം ആദർശിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാ. പിന്നെ മരുമോളായിട്ട് നയന വന്നു കഴിയുമ്പം തന്റെ മകനെ പിടിച്ചടക്കുവാണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അതൊക്കെയാ ഡോക്ടറെ. ഇത് കേട്ടപ്പം ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട, അതൊക്കെ നമുക്ക് മെഡിസിൻ കൊണ്ട് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു നോക്കാം. ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം 2 ആഴ്ച സമയമുണ്ടല്ലോ. ഈ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാണ്ട് സാധിക്കും. ധൈര്യമായിട്ടിരിക്കുക. ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേനും എന്തായാലും മരുമോളും അമ്മായിമ്മ തമ്മിൽ അടുക്കും. ഞാനല്ലേ വാക്കെടുന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ട് ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊക്കെ ശരിയാകുമായിരിക്കും അല്ലേ? പിന്നെന്താ, ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ ഇതുപോലത്തെ കുറെ കേസുകളൊക്കെ കണ്ടോളാന്ന് പറയണം. പിന്നീട് ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പോഴത്തേനും എന്തെന്ന് ഇതിനകത്തൊരു സന്തോഷമൊക്കെ ജയന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്ര സമയം ഒരു മനസ്സിന് ഒരു സങ്കടമായിരുന്നു. പക്ഷെ ഡോക്ടറോട് കുറച്ചേരം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ആശ്വാസമൊക്കെ ഉണ്ട്. പിന്നീട് ജയൻ നയനയുടെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് എങ്ങനെയുണ്ട് മോളെ, ക്ഷീണമൊക്കെ മാറിയോന്ന് ചോദിക്കുക. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നയന എഴുന്നേക്കുക. അതെ, ഇനി മോള് റെസ്റ്റ് എടുക്കണം കേട്ടോ. വീട്ടിൽ ചെന്നാലും അധികം പണികളും കാര്യങ്ങളൊന്നും വേണ്ട. മോളുടെ ബോഡി വീക്കാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ മോൾക്ക് ബ്ലഡ് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറയാം. അത് പിന്നെ അച്ഛ, അമ്മയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അതൊക്കെ ശരി തന്നെ. പക്ഷെ അമ്മ മോളെ തിരിച്ചറിയുന്നില്ലല്ലോ. സാരമില്ല, ഞാൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറോട് സൈക്കാട്രിസ്റ്റിന്റെ ഉപദേശം തേടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവേരുടെ മനസ്സ് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. ആ മനസ്സ് മാറ്റാൻ ഒരു പക്ഷേങ്കിൽ നമുക്ക് സാധിച്ചേക്കും. മെഡിസിൻ വേണമെങ്കിൽ മെഡിസിൻ എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറയണം. അങ്ങനെ വന്നാൽ മിക്കവാറും ഇവിടുന്ന് ഇറങ്ങുന്ന പുതിയൊരു ദേവേനയായിരിക്കും. പിന്നെ മോളെ മരുമോളായിട്ടല്ല, മോളായിട്ടായിരിക്കും സ്നേഹിക്കാൻ പോകുന്നത്. നീയാണ് ബ്ലഡ് കൊടുത്തേ. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേങ്കിൽ അവളുടെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് തോന്നുമായിരിക്കും എന്ന് പറയാം. ചിലപ്പം ഞങ്ങൾ മാലയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്ന് പറയാം. നയന പറഞ്ഞു, എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് അച്ഛാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അമ്മയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാറുവാണെ അത്രയും നല്ലത്. ഇല്ലെങ്കിലും എനിക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല. എനിക്ക് എന്തൊക്കെ വന്നാലും ആദർശാണ് എന്നോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോൾ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടാൽ മതിയെന്നോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആദർശം അങ്ങോട്ട് വരികയാണ്. പിന്നീട് ആദർശനോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദർശം അതൊരു നല്ല കാര്യമാണ്, എന്തുകൊണ്ടും നല്ല കാര്യം എന്നൊക്കെ പറയാണ്. പിന്നീട് അനി ആകെപ്പാട് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരുവാണ്. അനിയുടെ മനസ്സിലാണ് അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയും കൂടി ചെന്നു. ജാനകി ചെന്നിട്ട് ചോദിച്ചു, അവിടെ നിൽക്കാനി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം. അല്ല, അമ്മയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത്? അതെ, അനാമിക മോളെ എത്രയും പെട്ടെന്ന് നീ പോയി വിളിച്ചോണ്ട് വേണമെന്ന് പറയാം. ഇത് കേട്ട അനി പറഞ്ഞു, ഞാനെന്തിനാ അവളെ വിളിച്ചോണ്ട് വരുന്നേ?
ദേ അനി ഞാൻ പറയുന്ന കൂടെ കേട്ടാ മതി എന്ന് പറയാം. ദേ അമ്മ വെറുതെ വാശി പിടിക്കണ്ട, ഞാൻ അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഓഹോ, അപ്പൊ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോഴും നീ ആ നന്ദുവിന്റെ പറയാൻ നടക്കുക. അപ്പൊ അനാമികമോൾ ഇവിടെ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാ. നിന്നെ കാണാനായിട്ട് ഇന്ന് നന്ദു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തു കാണുമല്ലേ എന്ന് ചോദിക്കാം. ആ മൊട്ടേച്ചിനെ എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ടെന്ന്. പിന്നെ നീ എന്തിനാ അവളെ കണ്ട് സംസാരിക്കാനൊക്കെ നിന്നേന്ന് ചോദിക്കാം. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളെ വെറുതെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. നയനേച്ചിയുടെ നവേച്ചിയുടെ അനിയത്തിയാണ് നന്ദു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നുള്ള ശരി തന്നെയാ എന്നും പറഞ്ഞോണ്ട് ആ പേരിൽ ഇപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയും. പിന്നെ എനിക്കറിയാടാ, ആ മൊട്ടേച്ചി മനഃപൂർവ്വം നിന്നെ സ്വന്തമാക്കാനായിട്ട് വരുന്ന. ദേ എത്രയും പെട്ടെന്ന് തന്നെ അനാമികമോളെ പോയി വിളിച്ചോണ്ട് വന്നു. നിന്റെ മനസ്സിലുള്ള ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ദേ ഈ വീട്ടിൽ നിന്ന് അനാമികമോളെ ഇറക്കി വിട്ടിട്ട് ആ സ്ഥാനത്ത് അവളെ കൊണ്ടുവരാനാണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിയുമ്പത്തേനും അനി പറഞ്ഞ, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട. അവള് സ്വന്തം ഇഷ്ടപ്പെടാൻ ഇറങ്ങിപ്പോയതല്ലേ, ആരും അവളെ ഇറക്കി വിട്ടതല്ലോ. ഇപ്പോഴെനിക്കൊരു സമാധാനമുണ്ട്. ഇനി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഉള്ള സമാധാനം കളയണ്ട. അത് മാത്രമല്ല, വെല്ലുമ്മയ്ക്ക് ആ വിഷം ഉള്ളിൽ എങ്ങനെയാന്നുള്ള കാര്യം എനിക്ക് നല്ല സംശയമുണ്ട് ഈ പറയുന്ന അനാമികനെ. ഓഹോ, അപ്പൊ അതാണല്ലേ. അപ്പൊ നീ അവളെ സംശയിക്കുക. അപ്പൊ നിന്റെ ഏട്ടത്തി ചെയ്തൊന്നും തെറ്റല്ലേ? അങ്ങനെ ഒരിക്കലും അനാമികോള് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നയനെന്ന് പറയുന്നവളായിരിക്കും ചെയ്തിരിക്കുന്ന പറയാ. ദേ വെറുതെ നയനടുത്ത് സംശയിക്കണ്ട. ഇത്രയും കാലമായി നയനടുത്ത് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ നയനടുത്ത് ആർക്കും അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാം. എടാ ഇതിപ്പോ ശരിക്കും അസൂയ മൂത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ ഇവിടെ ഒച്ചപ്പാടും വേളെന്ന് ചോദിക്കാം. നേട്ടപ്പം ജാനകി പറഞ്ഞു, അല്ല ഞാൻ അനിയോട് പറയായിരുന്നു അനാമിമോളെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം. ഇത് ഏട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, അതിന് അനി ഇറക്കി വിട്ടതല്ല അവളെ ഇവിടുന്ന്, പിന്നെ എന്തിനാ അനി പോയി കൂട്ടിക്കൊണ്ട് വരുന്ന ചോദിക്കണം. അങ്ങനെ ചോദിക്കും മുത്തശ്ശ. എന്റെ ഉള്ള സമാധാനം കളയാനായിട്ടായിരിക്കും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നേ. മുത്തശ്ശി പറഞ്ഞു, അതല്ല മോനെ, എന്തായാലും ജീവിതമായി പോയില്ലേ. മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ ഉള്ള സമാധാനം കൂടെ പോകത്തുള്ളൂ. അവൾക്ക് കല്യാണം അല്ലെങ്കിൽ ഒരു കുടുംബജീവൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കളിയാ. അതിനപ്പുറത്തേക്ക് അവൾക്കൊന്നുമില്ല. അവൾ ഇപ്പോഴും അതിന് ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോലും ഇല്ല എന്ന് പറയാണ്. വെറുതെ എൻ്റെ ജീവിതം കൊണ്ടുവന്ന് നശിപ്പിച്ചു, അത്രമാത്രം. അതിനേക്കാളൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കയറിപ്പോവാണ്. മുത്തശ്ശൻ ജാനകിയോട് പറഞ്ഞു, നീ ഒരു കാര്യം വിചാരിക്കണം ജാനകി. അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അവൻ അന്നേ പറഞ്ഞ കല്യാണം വേണ്ടെന്ന്. പക്ഷേങ്കിൽ നീ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീയും കൂടെ കൂടിയിട്ട് അവനെ ചതിക്കുഴിയിലേക്ക് പെടുത്തിയത്. നന്ദുമായിട്ട് ഇഷ്ടമുണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ നിനക്ക് അന്ന് ഈ ബന്ധം കൂടെ വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നു. പകരം നീ എന്താ ചെയ്തേ? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മകന്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കൂടെ ഉണ്ടെന്ന് പറയണം. ജാനകി പറഞ്ഞു, അതിന് ഞാൻ തെറ്റ് ചെയ്യുന്ന? നീയല്ല അനാമികനെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോകാൻ അവന്റെ തലയിലേക്ക് കെട്ടിവെച്ചെന്ന് ചോദിക്കാം. ഇത് കേട്ടതും വല്ലാത്തൊരു ഞെട്ടലെ ജാനകി നിൽക്കുവാണ്. ജാനകിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ താൻ ഇവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അനാമയ്ക്ക് വേണ്ടി വാദിച്ചിട്ടും കാര്യമില്ല. കാരണം അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ടറിയാം. അച്ഛനൊരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അങ്ങനെ ജാനകി എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.